Hello YouTube, welcome back to another video of RPK Talks. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹീറോയുടെ മാവറിക് 440 ആണ്. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്, എന്നാലും മാവറിക് 440യുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഹാർലി ഡേവിഡ്സൺ X440യുടെ അതേ എഞ്ചിൻ പങ്കുവയ്ക്കുന്ന ഹീറോയുടെ വകഭേദമാണ് മാവറിക് 440. രണ്ട് എഞ്ചിന് തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല, ട്യൂണിങ്ങിലുള്ള ചെറിയ വ്യത്യാസം എന്നല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മെയിനായിട്ടും ഈ സ്റ്റൈലിങ്ങിൽ, അല്ലെങ്കിൽ ഡിസൈൻ, അല്ലെങ്കിൽ എങ്ങനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു എന്നുള്ളതിലാണ്. ലുക്സ് വൈസ് ആണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓടിക്കുന്ന സമയത്തുള്ള ഫീൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പിന്നീട് പറയാം. ഒറ്റ നോട്ടത്തിൽ ഒരു റോഡ്സ്റ്റർ എന്നുള്ള ഒരു രൂപത്തിലാണ് ഈ ഒരു വാഹനത്തെ ഹീറോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഹാൻഡിൽ ബാർ സ്വിച്ചസ് ഒന്ന് റൺ ചെയ്യാം. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വളരെ പ്ലെയിൻ ആണ്. ഹോണോ, ഇൻഡിക്കേറ്റർ, അതുപോലെ ഹൈ ബീം, ലോ ബീം സ്വിച്ചസിൽ വേറൊന്നുമില്ല. റൈറ്റ് സൈഡിൽ ഒരു SOS ബട്ടൺ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു ത്രോട്ടിൽ വയർ മേലെ കൂടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് ബോറായിട്ട് തോന്നി. ബ്രേക്സിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 320 mm ഡയുള്ള ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, പുറകിൽ ഒരു 240 mm ഡയുള്ള ബ്രേക്കാണ് നൽകിയിട്ടുള്ളത്. എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 440cc എഞ്ചിനാണ് ഇത്. നമുക്ക് നേരത്തെ ഹാർട്ടിയിൽ കണ്ട X440യേക്കാളും 1 Nm മാത്രം കുറവാണ്. 27 bhp പവർ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മൊത്തത്തിലുള്ളൊരു ലുക്ക് നോക്കുന്ന സമയത്ത് കുറേയേറെ ബൈക്കുകളുടെ ചില സാമ്യതകളൊക്കെ നമുക്ക് തോന്നാമെങ്കിലും ഇതിൻ്റേതായ ഒരു ലുക്ക് ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. പുറകിൽ ഷോക്സ് ട്വിൻ ഷോക്സ് ആണ്, ഗ്യാസ് ചാർജ്ഡ് ട്വിൻ ഷോക്സ് ആണ്. അതിൻ്റെ ഒരു സസ്പെൻഷൻ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. ഒരു മാതൃകയിലുള്ള ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഷനിങ്ങുള്ള, നല്ല സുഖപ്രദമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. പില്യൺ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു പില്യൺ സീറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഹെഡ് ലാമ്പ്സ് എല്ലാ ലൈറ്റ്സുകളും LED ആണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. മോശമില്ലാത്തൊരു ഡിസൈനിലുള്ള ഹെഡ് ലാമ്പ് എന്ന് വേണം പറയാം. നല്ല വെട്ടം, നല്ല ഇരുട്ടുള്ള സമയത്ത് നല്ല വെട്ടം തരുന്നുണ്ട്. ഓൾറെഡി റോഡുകളിൽ ഇറങ്ങി പലരുടെയും കൈകളിൽ എത്തിയ വാഹനമായതുകൊണ്ട് ഒരുപാട് ഇതിൻ്റെ സ്റ്റൈലിങ്ങിനെ പറ്റിയോ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വണ്ടി റോഡിലെടുത്ത് ഓടിച്ചു നോക്കിയിട്ട് ഓടിക്കുമ്പോൾ ഉള്ള ഫീല് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും റൈഡിംഗ് പോസ്റ്റർ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഒന്ന് കാണിക്കാം. എൻ്റെ ഹൈറ്റ് 5'7", 5'8" ആ ഒരു റേഞ്ചിലാണ് വരിക. ഇതിൻ്റെ ഒരു നോർമൽ പൊസിഷൻ, അപ്രൈറ്റ് പൊസിഷൻ, ഒരല്പം മുന്നിലേക്ക് ആഞ്ഞിട്ടെന്ന് പറയാൻ പറ്റില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പോസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവുകളിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് റോഡിലേക്ക് എടുത്ത് ഓടിച്ചു നോക്കാം. ഇത് ഓടിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന ഫീല് നമുക്ക് ഹാർലിയുടെ X440യുടെ ആ ഒരു ഫീല് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. ഈവൻ ദോ ഇതിൻ്റെ എഞ്ചിൻ ട്യൂണിങ് ചെറിയ വ്യത്യാസമുണ്ട്. ഹാർലിനേക്കാളും 1 Nm കുറവാണ് ഇതിൻ്റെ ടോർക്ക്. അതായത് ഹാർലിക്ക് ഇപ്പോൾ ഇതിന് വന്നിട്ടുള്ളത് 36 Nm ടോർക്കും അതുപോലെ തന്നെ 27 bhp പവറുമാണ്. എഞ്ചിൻ റിഫൈൻഡ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ്. ലീനിയർ ആണ്. നോർമലി നമ്മൾ ഒരു സിറ്റി റൈഡ് അല്ലെങ്കിൽ ക്രൂസിംഗ് ഒക്കെയാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത്. ഇതൊരു എന്താ പറയുക, ഹൈവേ ടൂറോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ബൈക്ക് അല്ല, ലോങ് സ്ട്രോക്ക് എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ബൈക്കാണ്. നമ്മളിപ്പോൾ ക്ലാസിക് അതുപോലെയൊക്കെയുള്ള ഒരു ജോണറിൽ വരുന്ന ഒരു എഞ്ചിനാണിത്. ഇതൊരു ക്രൂസ് ബൈക്ക് അല്ല, ഒരു റോഡ്സ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ. അപ്രൈറ്റ് ആണ് സീറ്റിംഗ് പൊസിഷൻ. നമുക്ക് സാഡിലിൻ്റെ മേലെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിരുന്നിട്ട് ലോങ് റൈഡ് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു എർഗണോമിക്സ് എല്ലാം വന്നിട്ടുള്ളത്. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 27 bhp പവർ, അതുപോലെ തന്നെ 36 Nm ടോർക്ക്, 440cc, ഓയിൽ ആൻഡ് എയർ കൂൾഡ് എഞ്ചിനാണ്. സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ നേരത്തെ XMR-ൽ ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് കണ്ടു. ഇതിൽ സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റാണ് വരുന്നത്. ഹീറോന്റെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും എഞ്ചിൻ കപ്പാസിറ്റി കൂടിയത്
ബൈക്കാണിത്. ഹാർലി എന്ന് പറയുന്നത് ഹാർലി ആയിട്ടുള്ള ക്ലബിൽ വന്ന വാഹനമായതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഹീറോ സ്വന്തമായിട്ട് ഇറക്കിയതിനകത്ത് ഏറ്റവും എഞ്ചിൻ കപ്പാസിറ്റി കൂടിയിട്ടുള്ളൊരു ബൈക്കാണിത്. നന്നായിട്ട് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കയറുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഹീറോ ശരിക്കും പ്രീമിയം സെഗ്മെന്റിൽ ബൈക്കുകൾ ഇറക്കാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ഒരു എന്താ പറയാ എഞ്ചിന്റെ ഒരു റിഫൈൻമെന്റ് ആയിക്കോട്ടെ, റൈഡ് ആ ഒരു ഹാൻഡ്ലിംഗ് ആയിക്കോട്ടെ, ആ കാര്യത്തിൽ വളരെ 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 മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് എല്ലാ വാഹനങ്ങളും തന്നെ കാഴ്ചവെക്കുന്നത്. നേരത്തെ ഇറങ്ങിയിരിക്കുന്ന ഹാർലി ആയിക്കോട്ടെ, അതിനുശേഷം ഇറങ്ങിയ XMR ആയിക്കോട്ടെ, ഇതിപ്പോ ഈ മാവറിക് ആയിക്കോട്ടെ, എല്ലാം തന്നെ ആ കാര്യത്തിൽ ഒരു കുറ്റവും നമുക്ക് പറയാനില്ല. അപ്പൊ ഇതിന്റെ ഗിയർ ബോക്സ് ക്ലച്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ചുള്ള ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല. ഇതുവരെ എനിക്ക് പോസ്റ്റ് ന്യൂട്രൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല റെസ്പോൺസ് ആണ് ഗിയർ ബോക്സിന്റെയും ക്ലച്ചിന്റെയും ഭാഗത്ത് നിന്നുള്ളത്. ക്ലച്ച് വലിയ ടൈറ്റോ കാര്യങ്ങളോ ഇല്ല, ലൈറ്ററാണ്. സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ആ ഭാഗത്തു നിന്നും വരുന്നില്ല. വേരിയന്റാണ് ഇതിനകത്ത് വരുന്നത്. 199, 214, 224 ഇങ്ങനെയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിൽ ബേസ് വേരിയന്റ് സ്പോക്ക് വീലാണ് വരുന്നത്. അതിന് 191 കിലോഗ്രാമാണ് ഭാരം. ബാക്കിയുള്ളതെല്ലാം അലോയ് വീൽസ്. അലോയ് വീൽസിന് വരുന്നത് 187 കിലോഗ്രാമാണ് ഭാരം വരുന്നത്. പക്ഷെ ആ ഒരു വെയിറ്റ് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ല. വണ്ടി സ്റ്റേബിൾ ആണ്. ഒക്കെ ആണെങ്കിലും നമ്മൾ വളരെ ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ വെയിറ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിമിൽ തന്നെയാണ് ഈ ഒരു വാഹനവും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ്ങിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റൈഡ് കംഫർട്ടിന്റെ കാര്യത്തിലൊന്നും യാതൊരു പരാതിയും പറയാനില്ല. ഫോണ് ഞാൻ XMRന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇതിനും ഫോണിന്റെ കാര്യത്തിൽ ഭയങ്കര ശോകമാണ്. അതൊന്ന് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ഒരു ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു 105, 110 കിലോമീറ്റർ ഒക്കെയാണ്. അതിനുശേഷം ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഡീൽ ബ്രേക്കർ എന്ന് പറയാൻ മാത്രമുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല, വളരെ ചെറിയ രീതിയിലുള്ളത്. സസ്പെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച സസ്പെൻഷനാണ്. ഇച്ചിരി മോശം റോഡുകളിലൂടെ പോയ സമയത്തൊക്കെയും അതൊക്കെയും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. റോഡിലുള്ള ആൻഡുലേഷൻസ് കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് അറിയാത്ത രീതിയിൽ മികച്ച രീതിയിലുള്ള സസ്പെൻഷനാണ്. ഫ്രണ്ടിലും പുറകിലും 130 mm ട്രാവലുള്ള സസ്പെൻഷനാണ്. പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരു 7 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്ററുള്ള കൂടിയിട്ടുള്ള ടിൻ ഷോക്ക് അബ്സോർബ് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ എന്തുകൊണ്ടോ ഒരുപക്ഷെ ഹാർലി ആയിട്ടുള്ള ആ ഒരു പ്രൈസ് പോയിന്റിനകത്തുള്ള ഒരു ഇത് നിലനിർത്തുന്നതിനായിരിക്കാം, ആ ഡിഫറൻസ് നിലനിർത്തുന്നതിനായിരിക്കാം ഇതിലേക്ക് നമുക്ക് അപ്സൈഡ് ഡൗൺ ഫോർക്സ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ബ്രേക്സ് നല്ലതാണ്. ഫ്രണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 320 ഉണ്ടായുള്ള ഡിസ്കും, പുറകിലാണെന്നുണ്ടെങ്കിൽ 240 mm ആണ് ഡിസ്കിന്റെ സൈസ് വരുന്നത്. ബ്രേക്കിംഗ് നല്ലതാണ്, ഭയങ്കര ഷാർപ്പല്ല, പക്ഷെ നല്ലതാണ്. കുറ്റമൊന്നും പറയാനില്ലാത്ത രീതിയിലുള്ള ബ്രേക്കിംഗ് ആണ്. മീറ്റർ കൺസോളിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വെയിലത്താണെന്നുണ്ടെങ്കിലും നല്ല വിസിബിൾ ആണ്. ഇതിന് ആംബിയന്റ് ബ്രൈറ്റ്നസ്സും കൂടെ ഉണ്ട്. നമ്മൾ നല്ല വെയിലാണ്, നല്ല എന്താ പറയുക വെളിച്ചത്ത് പ്രകാശത്തിൽ നിൽക്കുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. നമ്മൾ ഇച്ചിരി വെളിച്ചം മങ്ങിയ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് ഫോണിലൊക്കെ ഉള്ള മാതിരി കുറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മീറ്റർ കൺസോളാണ്.
കുറ്റം പറയാൻ കുറ്റങ്ങളൊന്നും കാണുന്നില്ല വണ്ടി. ഞാൻ കുറേ ദൂരം ഓടിച്ചു, പില്ലിനെ വെച്ച് ഓടിച്ചു. പില്ലിന്റെ സൈഡിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പില്ലിയൻ കംഫർട്ടിനെ പറ്റി പറയുന്നത്. സസ്പെൻഷന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സീറ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ല അഭിപ്രായമാണ് പില്ലിയൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോളോ അല്ലാതെ പില്ലിയനായിട്ട് യാത്ര ചെയ്യാനും ലോങ് റൈഡ് പോകാനൊക്കെ പറ്റിയ വാഹനമാണ്. പിന്നെ ഇതിന്റെ ഒരു USP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കിപ്പം ഹാർലിയുടെ മോഡല് അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് മോഡലും തമ്മിൽ ഒരു ഏകദേശം 65,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ആ 65,000 രൂപ നമ്മൾ അധികം കൊടുക്കുന്നത് ഹാർലി ഡേവിഡ്സൺ എന്നുള്ള ബാഡ്ജിങ്, പിന്നെ ഒരു USB ഫോർക്ക്, കുറച്ചും കൂടി എന്താണ് കളർ ഡിസ്പ്ലേ, TFT ഡിസ്പ്ലേ കൂടെ കിട്ടുന്നുണ്ട്. ഇത് ഒരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ്. ഹാർലിയിൽ നമുക്ക് ഒരു TFT കളർ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇത്രയും മാറ്റങ്ങളാണ് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അധികം കിട്ടുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ അറിയാൻ മാത്രമുള്ള വ്യത്യാസമൊന്നും എഞ്ചിന്റെ പെർഫോമൻസിന്റെ ഭാഗത്തില്ല. അപ്പൊ നമുക്ക് അത്രയും കാശ് മുടക്കിയിട്ട് ഹാർലിയുടെ ബാഡ്ജിങ് വേണ്ടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് നോക്കാവുന്നതാണ്. മാത്രമല്ല ഹീറോ എന്ന് പറയുന്ന സമയത്ത് നെറ്റ്വർക്ക്, സർവീസ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓണർഷിപ്പ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, ഐ മീൻ നമ്മൾ വാങ്ങിക്കുന്ന സമയത്തുള്ള വില മാത്രമല്ല, നമുക്ക് ഈ വാഹനം കൊണ്ടുവെടുക്കാനുള്ള ചിലവാണെന്നുണ്ടെങ്കിലും ഹീറോയുടെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് കുറഞ്ഞിരിക്കാനാണ് ചാൻസ് കൂടുതലും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ബൈക്ക് എന്ന് തന്നെ വേണം പറയാൻ. നമ്മളിപ്പോ ക്ലാസിക് 350 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഹീറോ തന്നെ പുറത്തിറക്കിയ ഹാർലിയുടെ X440 ആയിക്കോട്ടെ, മറ്റേതൊരു ബൈക്കും ആയിക്കോട്ടെ, ഈ ഒരു ജോണറിൽ ഒരു 350 അല്ലെങ്കിൽ 450cc ഒരു സെഗ്മെന്റിൽ വരുന്ന, അല്ലെങ്കിൽ ക്രൂയിസർ അല്ലെങ്കിൽ റോഡ്സ്റ്റർ ഒരു ജോണറിൽ വരുന്ന ബൈക്കുകളിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം ഒന്ന് വില, ഒരു 440 എഞ്ചിൻ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് കിട്ടുന്നത് ഒരു കാര്യം. അതിന്റെ റിഫൈൻമെന്റ്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. റൈഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ മികച്ചതാണ്. വളരെ നിറ്റ്പിക്കിംഗ് ആയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് പറയാനല്ലാതെ ഇപ്പം USD ഫോർക്ക് കൊടുത്തില്ല, അതൊന്നും പെർഫോമൻസിൽ യാതൊരു വിധ മാറ്റങ്ങളും തന്നെ വരുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, USD ഫോർക്കുള്ള ഹാർലി ഓടിക്കുന്നതും നോർമൽ ഫോക്സുള്ള ഇത് ഓടിക്കുന്നതും തമ്മിൽ റൈഡ് ഹാൻഡ്ലിങ്ങിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സസ്പെൻഷന്റെ കാര്യത്തിലോ എനിക്ക് യാതൊരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഇത് തോന്നുന്നില്ല. അപ്പം അതൊന്നും ഒരു ഡീൽ ബ്രേക്കറോ കാര്യങ്ങളോ അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ബൈക്കാണ്. പിന്നെ മൈലേജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നന്നായിട്ട് പൊളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25-26 വരെയൊക്കെ കുറയാനും, ഡീസൻ്റ് ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30-35 വരെയൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആവറേജ് ഒരു 30 കിലോമീറ്റർ മൈലേജ് നമുക്ക് കണക്കാക്കാമെന്ന് പറയാം. ലുക്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്സ് ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പം ഞാനിതിപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാലും, വേറൊരാൾക്ക് അത് ഇഷ്ടപ്പെട്ടോളെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു അതൊക്കെ വരാം. അപ്പോൾ അതിൽ കയറിയിരിക്കുമ്പോഴുള്ള ഫീൽ, അതുപോലെ തന്നെ ഹാൻഡ്ലിങ് എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു റിവ്യൂവിൽ പറയുമ്പോൾ ലുക്സിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, അത് ഓരോരുത്തരുടെയും ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ്, റൈഡ് കംഫർട്ട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്കയാണ്, യാതൊരു കുറ്റങ്ങളും തന്നെ പറയാനില്ല. എൻ്റെ എക്സോസ്റ്റ് നോട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള, നല്ല ബേസുള്ള ഒരു ബീറ്റാണ്, ഒരു തമ്പുണ്ടെന്ന് പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേൾക്കാൻ. ഒരു ഐഡ്ലിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇച്ചിരി ഉയർന്ന RPM-ലാണെന്നുണ്ടെങ്കിലും നല്ല കേൾക്കാൻ നല്ല രസമുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. ലൈറ്റ്സ് എല്ലാം ഫുൾ LED ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഹെഡ് ലാമ്പ് നല്ല വെട്ടം തരുന്നുണ്ട്, രാത്രിയിലൊക്കെ LED ആണ്, പക്ഷെ നല്ല വെട്ടം തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ത്രോട്ടിലിന്റെ കേബിള് മേലെ കൂടെ ഉള്ളത് കുറച്ചൊരു അരോചകമായിട്ട് എനിക്ക് തോന്നി. ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. ആ ഒരു എന്താ പറയാ, ഒന്ന് ടക്കിൻ ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ലോങ് സ്റ്റോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വരുന്ന ഗിയറിലും ചെറിയ RPM-ൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു നോക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വണ്ടി പുള്ളിയിൽ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന, ലോങ് സ്റ്റോക്ക് എഞ്ചിന്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ധൈര്യമായിട്ട് നോക്കാവുന്ന വാഹനമാണ് മാവറിക് 440. പ്രത്യേകിച്ച് ഈ ഒരു വിലയ്ക്ക് ഒരു 440cc എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു നല്ല ഡീല് തന്നെയാണ്. ഒട്ടനവധി ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.
പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.